ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടം നമ്മൾ മസാലയ്ക്ക് വേണ്ടി ഞാൻ ഗ്രീൻസൊക്കെ അരിഞ്ഞു. അതിന് ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയുള്ളൊരു പേസ്റ്റാണ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ആൻഡ് അതിനകത്ത് നമുക്ക് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തിൽ. 2-3 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച്, തക്കാളി. ഇത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കാം. ഞാൻ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിലും കൂടെ ചെയ്യാം. ഇനി ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് അതിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഗ്രാമ്പൂ, അതും നിങ്ങളുടെ ഇതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ബേ ലീഫ്, പച്ചമുളക്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഉള്ളി, ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ വഴറ്റണം. സോ ആ ഒരു എന്താ പറയുന്നത്, ആ പച്ചമണം മാറുന്നവരെ ഇതാക്കണം. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കിസ്മിസും ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷണൽ. ഈവൻ അണ്ടിപ്പരിപ്പും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. സോ ഉപ്പ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് മുരിഞ്ഞു കിട്ടുന്നതാണ്. അപ്പം അതും ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ നന്നായിട്ട് വീണ്ടും ഇത് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം, നന്നായിട്ട് ഇളക്കുക. അപ്പം ഇതേ പ്രോസസ്സിലൂടെ നമുക്ക് ചിക്കൻ കൊണ്ടുണ്ടാക്കാം, വെജിറ്റബിൾ. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ മുട്ട കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ഉള്ളിയൊക്കെ ഒരു ഏകദേശം നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 2 തക്കാളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം അത് നന്നായിട്ട് ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ വി ക്യാൻ ആഡ് ടർമറിക് പൗഡർ ഇടാം. പിന്നെ കുറച്ച് പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ചുവന്ന മുളക് പൊടി, അതും നന്നായിട്ട് ഇതാക്കി കഴിയുമ്പോൾ നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഗ്രീൻസും ഇതിലേക്ക് നന്നായിട്ട് ആ മസാല ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യേണ്ടതാണ്. സോ ഇതിങ്ങനെ വഴണ്ട് വരുമ്പോഴത്തേക്ക് യു ക്യാൻ ആഡ് വാട്ടർ ടു ഇറ്റ്. അപ്പം കുറച്ചൊന്ന് ഇതാവും. ഓക്കെ, ഗ്രേവി പോലെ ആയിട്ടുണ്ട്. നമുക്ക് ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല ആഡ് ചെയ്യാം. ഇത് ഓപ്ഷനാണ്. ഇത് അല്ലെങ്കിൽ യു ക്യാൻ ആഡ് ദ ഗരം മസാല. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സ്റ്റിർ ചെയ്യണം. പിന്നെ നമ്മൾ റൈസ് ഇടുക. റൈസ് ഞാൻ ഓൾറെഡി കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ സാധാരണ സോന മസൂരി റൈസാണ് എടുത്തിരിക്കുന്നത്. യു ക്യാൻ ഓൾസോ യൂസ് ദറ്റ് ഇത് ബസുമതി റൈസ് ഉണ്ടല്ലോ, അതും ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ പക്ഷേ ഇവിടെ സോന മസൂരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് 1:2 റേഷ്യോ ആസ് യൂഷ്വൽ അതേപോലെയാണ് നമ്മൾ വെള്ളം വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. സോ ഇത് എന്തിനാണ് പിഴിഞ്ഞൊഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഉപ്പും കാര്യങ്ങളും ഒക്കെ നോക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. ആൻഡ് മേക്ക് ഷുവർ 2 വിസിൽ. അപ്പം 2 വിസിൽ വന്നതിന് ശേഷം നമുക്കിത് ഇറക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഒന്ന് നോക്കിയാലോ. നല്ല മണം വരുന്നുണ്ട്. യെസ്, സോ ദിസ് ഇസ് റെഡി. ഇനി ഇത് നന്നായിട്ട് സ്റ്റിർ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് നോക്കാം. എല്ലാം ഇതിൻ്റെ കൂടെ ഒന്ന് യോജിപ്പിച്ച്. വാവ്, ആ മണം ഭയങ്കരമാണ്. വാവ്, നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് അതിൻ്റെ കൂടെ യോജിച്ചിട്ടുണ്ട്. ആൻഡ് നൗ വി ക്യാൻ സെർവ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മുടെ ഒഫീഷ്യൽ ഫുഡ് ടെസ്റ്ററാണ് കുഞ്ഞൂട്ടൻ. അവനത് കഴിച്ചിട്ട് അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ നിങ്ങളും ഇതുപോലെ ബിരിയാണി ട്രൈ ചെയ്യുക. വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ.